എന്താണല്ലേ, ചിലരൊന്നും വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ചെയ്ത ഒരു റിവ്യൂ ആണ്, അതായത് VI ഓഡിയോയുടെ ഒരു സബ്ബൂഫർ ബെഡ് ടൈപ്പ് സബ്ബൂഫർ ബോർഡിൻ്റെ ഒരു റിവ്യൂ. ജസ്റ്റ് പഴയ വീഡിയോ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് നമ്മൾ സബ്ബൂഫറാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് സബ്ബൂഫറിൻ്റെ ബോർഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മ്യൂസിക് ഇടാതെ സബ്ബൂഫറിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേർക്ക് പരാതി, അതായത് സൗണ്ട് കേൾക്കുന്നില്ല, ഞങ്ങൾ സംസാരിക്കുന്ന സൗണ്ടിനായിട്ട് വളരെ കുറവാണ്, പല തരത്തിലുള്ള അഭിപ്രായമാണ്. പക്ഷേ അതിനകത്ത് ഞാൻ പ്രത്യേകം ആ ഓഡിയോ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു ടെസ്റ്റ്, അതായത് യൂസ് ഹെഡ്ഫോൺസ് ഓർ സിസ്റ്റം. അതായത് ഒന്നുകിൽ ഓഡിയോ സിസ്റ്റങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറയണ്ടായി. പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കണ്ടില്ല. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ കമൻസ് എല്ലാവരും പറഞ്ഞത്. അതായത് ഞാനിപ്പോൾ സാധാരണ സബ്ബൂഫറിൻ്റെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ സാധാരണ അതിനകത്ത് ഓഡിയോ ഇടാറുണ്ട്, മ്യൂസിക്കും സബ്ബും കൂടെ ഒന്നിച്ച് പ്ലേ ചെയ്തിട്ടാണ് ഇടല്. പക്ഷെ അതിൽ ഞാൻ പ്രത്യേകിച്ചിട്ട് ആ മ്യൂസിക് കട്ട് ചെയ്ത് ജസ്റ്റ് സബ്ബ് മാത്രമായിട്ട് ചെക്ക് ചെയ്തു, അത്രേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ വീഡിയോയിൽ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രശ്നം വന്നത്, ആ ഒരു സംശയം, അതെന്താണ് അങ്ങനെ അതെന്താ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം വന്നത്, അതായത് ആ കൺഫ്യൂഷൻ. ഇതെന്താ അപ്പോൾ ഇതിന് സൗണ്ട് കുറവ്, ഇയാൾ സംസാരിക്കും നല്ല സൗണ്ട് ഉണ്ടല്ലോ, പക്ഷേ ഓഡിയോക്ക് സൗണ്ട് ഇല്ല, അപ്പോൾ ഇത് ബോർഡ് മോശമായിരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കുഴപ്പമായിരിക്കുമോ, അങ്ങനെയുള്ള ചിന്ത ചിലർക്ക് വരാം. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു സബ്ബൂഫർ ചാനൽ പ്ലേ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്താലുണ്ടാകുന്ന അവസ്ഥയും, അത് മ്യൂസിക് വിത്ത് സബ്ബൂഫർ റെക്കോർഡ് ചെയ്താലുണ്ടാകുന്ന അവസ്ഥയും കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം മാറുമെന്ന് വിചാരിക്കുന്നു. അതായത് സബിൻ്റെ ചാനൽ നമ്മൾ സബിൻ്റെ ഔട്ട് മാത്രം വർക്ക് ചെയ്യിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്താൽ അത് സാധാരണ മൊബൈലിൽ നമ്മൾ കേൾക്കുക, അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഫോണിൻ്റെ ഒരു ഓർഡിനറി ഒരു മൊബൈലിൽ നിന്ന് ഇങ്ങനെയാണ് കേൾക്കുകയാണെങ്കിൽ ആ ഭാഗം വളരെ സൈലൻ്റ് ആയിരിക്കും. ചിലപ്പോൾ വല്ലപ്പോഴും ഒരു ക്രപ്ര എന്നുള്ളൊരു സൗണ്ട് കേട്ടാൽ ഭാഗ്യം, നിശബ്ദമായിട്ടാണ് തോന്നുക. അപ്പോൾ ആ സമയത്ത് മ്യൂസിക് തീരെ ഇല്ല, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി വരാം. അതേസമയം അത് ഹെഡ്ഫോണോ അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിച്ചാലേ ശരിക്കും നമുക്ക് ആ ഓഡിയോ ഔട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ ആ ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു മ്യൂസിക് തന്നെ സബ് മാത്രം പ്ലേ ചെയ്യുമ്പോഴും സബ് ഇല്ലാതെ പ്ലേ ചെയ്യുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒരു ഫോൺ മാത്രം ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന അതിൽ ക്ലിയർ ആക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റം വെച്ചിട്ട് അതിൽ പോയി നോക്കുക ആ വീഡിയോ എങ്ങനെയാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്ന്, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ JBL സബ്ബൂഫർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനൊരു ആമ്പ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂസിക് അടക്കം ഈ സബ്ബൂഫറിൻ്റെ പ്ലേ ആണ്. അപ്പോൾ അതൊന്ന് ആദ്യം കേട്ട് നോക്കുക. ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലേ, നല്ലൊരു മ്യൂസിക് ലെവൽ. ഇനി ഞാൻ ഇതിൻ്റെ മ്യൂസിക് വോളിയം കൊണ്ട് കട്ട് ചെയ്ത് സബ് മാത്രം പ്ലേ ചെയ്യാൻ പോവാം. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ വ്യത്യാസമാണ് അതിനകത്ത് ആ വീഡിയോയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബോർഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല, റെക്കോർഡ് ചെയ്തതിൻ്റെ കുഴപ്പമല്ല. അത് നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ ശരിക്കും ചെയ്തത് കമൻറ്റ് ചെയ്തവർ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്തവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരത് ശരിക്കും ശ്രദ്ധിച്ച് കാണില്ല. ചിലപ്പോൾ ഞാൻ എഴുതിയ ടെസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇനിയുള്ള ടെസ്റ്റുകളിൽ ശരിക്കും ഞാൻ മ്യൂസിക് പ്ലേ ചെയ്ത് മ്യൂസിക്കിൻ്റെ ശേഷം മ്യൂസിക് ഒഴിവാക്കിയിട്ട് തന്നെ ഉള്ള ഒരു വ്യത്യസ്തത കാണിച്ചു തരും. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തിരുത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വളരെ വലിയ മോശമായി പോവും, അത് ശരിയല്ലാതെ പോവും. കാരണം നമ്മൾ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്ത ഒരു വീഡിയോ പോലെ പോയില്ലേ. അപ്പോൾ അത് വ്യക്തമാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അത് അറിയാത്തവർക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ആ സബിൻ്റെ ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാണെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് നോക്കുക. ഇനി ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതാ ഇവിടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.